ലോർഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. നയിൻ പട്ടണത്തിലെ വിധവ. ഭർത്താവ് മാറ്റപ്പെട്ടു. അവൾ ഒരു വിധവയാണ്. ഏക മകനാണ് ആശ്രയം. ദുഃഖഭാരം പേറിക്കൊണ്ട് ആ മകനെ വളർത്തി. അവളുടെ മനസ്സിൽ പല ആശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് മങ്ങി. ജീവിതത്തിൽ ഏക പ്രത്യാശയായിരുന്ന മകൻ മാറ്റപ്പെട്ടു. ഇനിയും അവളുടെ ജീവിതം എങ്ങനെ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പിതാവ്, പിന്നെ മക്കളുടെ സംരക്ഷണം. പുരുഷാരം മഞ്ചത്തെ അനുഗമിക്കുന്നുണ്ട്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി അവിടെ ആ പുരുഷാരത്തിൻ്റെ നടുവിൽ ഒരു സ്ത്രീയും. യേശു പുരുഷാരവും അവിടേക്ക് അടുത്തു വരുന്നതായി നാം കാണുന്നു. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. ലോകപ്രകാരമുള്ള പിതാവ് ദൂരത്തു നിന്ന് തന്നെ മകനെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 15:22. ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് കർത്താവ് കണ്ടിട്ട് മനസ്സലിഞ്ഞു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവരാകൊണ്ട് അവരിൽ കർത്താവ് മനസ്സലിഞ്ഞു. മർക്കോസ് 6:34. നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് സർവ്വാശ്വാസം നൽകുന്ന ദൈവമാണ്. 2 കൊരിന്ത്യർ 1:3. വിധവയോട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നു വരുന്ന ഒരു അനുകമ്പ. അവൾ ആരും ആശ്രയം ഇല്ല, ഏകയായി നിൽക്കുന്ന സഹോദരി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അവളോട് മനസ്സലിഞ്ഞു. കരയേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.